ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിരുന്നത് നമ്മുടെ സെല്ല് എന്നുള്ളതിൻ്റെ സ്ട്രക്ചറായിരുന്നു. കോശങ്ങളെ സ്ട്രക്ചർ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഓടിച്ചൊന്ന് റിവേഴ്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് സൈറ്റോളജി. എന്താ സൈറ്റോളജി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന സെല്ലിനെ പറ്റിയിട്ടാണ് അല്ലേ. ആ സെല്ലിനെ പറ്റി പഠിക്കുന്നതിന് പറയുന്ന പേരാണ് നമ്മൾ സൈറ്റോളജി. സോ വാട്ട് ഈസ് സൈറ്റോളജി? ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് സെൽ. സ്റ്റഡി ഓഫ് സെൽ ഈസ് നോൺ ആസ് സൈറ്റോളജി. അപ്പോൾ കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ പറ്റും? സൈറ്റോളജി ഈസ് ദി ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് സെൽ. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചുമ്മാ നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ അതാണെന്ത് സൈറ്റോളജി എന്ന് വെച്ചാൽ. ക്ലിയർ? പിന്നെ നമുക്കറിയാം ഏതൊരു ലിവിങ് ബോഡി ആയിക്കോട്ടെ, അത് ഹ്യൂമൻ ആയിക്കോട്ടെ, ഏത് ലിവിങ് ബോഡി ആയിക്കോട്ടെ, ആ ഒരു ലിവിങ് ബോഡിയെ നിർമ്മിച്ചിരിക്കുന്നതും അല്ലേ, ആ ഒരു ലിവിങ് ബോഡിയെ നിർമ്മിച്ചിരിക്കുന്നു വിച്ച് മീൻ ആ ലിവിങ് ബോഡിക്ക് ആ സ്ട്രക്ചർ കൊടുക്കുന്നത് അല്ലേ. മാത്രമല്ല ആ ഒരു ലിവിങ് ബോഡിയുടെ ജോലികൾ ചെയ്യുന്നത് ആരാണ്? ആ സെല്ലാണ്. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് പറ്റും? ആ സെല്ലാണെന്ത് ഒരു ലിവിങ് ബോഡിയുടെ സ്ട്രക്ചറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഫങ്ഷണലായിട്ടുള്ള കാര്യം ചെയ്യുന്നവരാണ് ആ സെല്ലുകളാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? സെൽസ് ആർ ദി സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് അല്ലേ. ദേ ആർ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് അല്ലേ. ആ ഒരു ഫണ്ടമെൻ്റൽ യൂണിറ്റ് അല്ലേ ലൈഫ് എന്ന് പറയാൻ വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ട് അതൊരു സെല്ലായിരിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു സെല്ല് അല്ലേ അതെന്താണ്? സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റും കൂടിയാണ്. നമ്മുടെ ബോഡിക്കൊക്കെ സ്ട്രക്ചർ കൊടുക്കുന്നതും നമ്മുടെ ബോഡിയിലൊക്കെ ഒരുപാട് ഫങ്ഷൻ ചെയ്യുന്നവരാണ് ഈ സെല്ലുകളാണ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെല്ല് പറഞ്ഞ ആ സാധനം ഉണ്ടല്ലോ, അത് ആദ്യമായിട്ട് കണ്ടെത്തിയ ആളാണെന്ത്? റോബർട്ട് ഹുക്ക്. സോ സെൽ ഈസ് ഡിസ്കവർഡ് ബൈ റോബർട്ട് ഹുക്ക്. റോബർട്ട് ഹുക്കാണ് സെല്ല് ഡിസ്കവർ ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേര്. ഓക്കെ, ഇനി നമുക്കൊരു 3 സയൻറ്റിസ്റ്റിനെ പറ്റി പഠിക്കേണ്ടത്. 3 സയൻറ്റിസ്റ്റ്, ഇത് ചുമ്മാ ഒന്ന് കേട്ടിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ആ 3 സയൻറ്റിസ്റ്റ്, ഒന്ന് എം.ജെ. ഷ്ലീഡൻ. എം.ജെ. ഷ്ലീഡൻ എന്നുള്ള സയൻറ്റിസ്റ്റ് എന്താ പറഞ്ഞത്? പ്ലാന്റ്സ് ആർ മേഡപ്പ് ഓഫ് സെൽസ്. ചെടികൾ, സസ്യങ്ങൾ, ഈ സസ്യങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് എം.ജെ. ഷ്ലീഡൻ. ഓക്കെ, അടുത്ത് തിയോഡർ ഷാൻ. സസ്യങ്ങളെ പറ്റി എം.ജെ. ഷ്ലീഡൻ പറഞ്ഞപ്പോൾ ആനിമൽസിനെ പറ്റി ആര് പറഞ്ഞു? തിയോഡർ ഷാൻ പറഞ്ഞു. തിയോഡർ ഷാൻ എന്താ പറഞ്ഞത്? ആനിമൽസ് ആർ മേഡപ്പ് ഓഫ് സെൽസ്. അപ്പോൾ പ്ലാന്റ്സ് ആർ മേഡപ്പ് ഓഫ് സെൽസ് തെളിയിച്ചത് എം.ജെ. ഷ്ലീഡൻ, ആനിമൽസ് ആർ മേഡപ്പ് ഓഫ് സെൽസ് തെളിയിച്ചത് തിയോഡർ ഷാൻ. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ഒരാളുണ്ട്, റുഡോൾഫ് വിർച്ചോ. റുഡോൾഫ് വിർച്ചോ എന്താ പറഞ്ഞത്? എല്ലാ കോശങ്ങളും ഉണ്ടാവുന്നത് ഓൾറെഡി ഉള്ളൊരു കോശത്തിൽ നിന്നാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരുപാട് പുതിയ കോശങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. അത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? അത് ഓൾറെഡി ഉള്ളൊരു സെല്ലിൽ നിന്നാണ് എന്ത് ചെയ്യുക, ഉണ്ടാവുക. ക്ലിയർ അല്ലേ? ഏതൊരു സാധനം ഉണ്ടാവണമെങ്കിൽ ഓൾറെഡി ആ സാധനം ഉണ്ടായിരിക്കണമല്ലോ. ക്ലിയർ അല്ലേ? ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളൊക്കെ ഉണ്ടായത് നമ്മളെ മദർ എന്നാണ് അല്ലേ. അപ്പോൾ ആ മദർ ഉണ്ടായത് അവരുടെ മദർ എന്നാണ്, ആ മദർ ഉണ്ടായത് മറ്റൊരു മദർ എന്നാണ് അല്ലേ. അങ്ങനെ പോകും. അതുപോലെ തന്നെ എല്ലാ സെല്ലും ഉണ്ടാവണം എന്താണ്? ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സെല്ലിൽ നിന്നാണ്. ക്ലിയർ? അതാണ് ആര് പറഞ്ഞത്? റുഡോൾഫ് വിർച്ചോ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ 3 സയൻറ്റിസ്റ്റ് ഉണ്ടല്ലോ, ഈ 3 സയൻറ്റിസ്റ്റുകൾ എന്തൊക്കെയാണ് അവർ പറഞ്ഞത്? പ്ലാന്റ്സ് ആർ മേഡപ്പ് ഓഫ് സെൽസ്, ആനിമൽസ് ആർ മേഡപ്പ് ഓഫ് സെൽസ് ആൻഡ് ഓൾ സെൽസ് ആർ ഫോംഡ് ഫ്രം ഓൾറെഡി എക്സിസ്റ്റിംഗ് സെൽസ്. ഈ 3 പോയിൻറ്റ്സിനും കൂടി ചേർത്തിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സെൽ തിയറി. ഇതാണ് സെൽ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സെൽ തിയറി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ സ്ലൈഡിലുള്ളത്. വാട്ട് ഈസ് സൈറ്റോളജി ആൻഡ് ഹൂ ഡിസ്കവേർഡ് ദ സെൽ ആൻഡ് വാട്ട് ഈസ് സെൽ തിയറി. ഇത്രയും പോയിൻ്റാണ് ഈ സ്ലൈഡിലുള്ളത്. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ഡിഫറെൻറ്റ് ടൈപ്പ് സെൽസുകൾ കാണാൻ പറ്റും. നമുക്കറിയാം സെൽസ് എന്ന് പറഞ്ഞാൽ ടോട്ടലി കാണാനൊക്കെ ഒരുപാട് വ്യത്യാസപ്പെടുന്ന ആൾക്കാരാണിത് സെൽസ് എന്നുള്ളല്ലേ. എല്ലാ സെല്ലുകളും കാണാൻ ഒരുപോലെയല്ല, വ്യത്യസ്ത തരത്തിലുള്ള സെൽസുകൾ നമ്മുടെ ബോഡിയിലുണ്ട്. ഫോർ എക്സാമ്പിൾ ഇതാണ് ന്യൂറോൺ സെല്ല് എന്ന് പറഞ്ഞ സെല്ല്. ന്യൂറോൺ സെൽ എന്നല്ല, ന്യൂറോൺ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നെർവ് സെൽസ് എന്ന് പറയാൻ പറ്റും. ന്യൂറോൺസ് അല്ലെങ്കിൽ നെർവ് സെൽസ്. നമ്മൾ RBC എന്ന് പറഞ്ഞ സാധനമല്ലേ, റെഡ് ബ്ലഡ് സെൽസ്. നമ്മൾ വൈറ്റ് ബ്ലഡ് സെൽസ്, WBC എന്ന് പറയും. ഇത് സ്പേം ഒരു സെല്ലാണ്, ഓവം ഒരു സെല്ലാണ് അല്ലേ. ഓവം സ്പേം ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ. അത് നമുക്ക് പഠിക്കാം. ഇനി റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, നമ്മളെ എല്ലുകൾ ഉണ്ടാക്കിയിരിക്കുന്ന കോശങ്ങളാണിത് ബോൺ സെൽ. എല്ലുകൾ ഉണ്ടാക്കിയിരിക്കുന്ന കോശം ബോൺ സെൽ. നമ്മൾ ഓസ്റ്റിയോസൈറ്റ് എന്നും കൂടി വിളിക്കും ഓസ്റ്റിയോസൈറ്റ്. ഇത് നമ്മളെ ഇൻഡസ്ട്രിയിൽ കാണുന്ന സെല്ലാണിത്, ഈ കാണിട്ടുള്ളത്. ഇതിൽ ഓരോന്നും ഒരു സെല്ലാട്ടോ. ഈ ഓരോന്നും ഓരോ സെല്ലുകളാണ് അല്ലേ. അവിടെ 3 സെല്ലുകൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഇൻഡസ്ട്രിയിൽ കാണപ്പെടുന്ന സെല്ലുകളാണ്. അപ്പോൾ നമ്മുടെ ബോഡി, ഹ്യൂമൻ ബോഡി എന്ന് പറയുമ്പോൾ എന്താണ്? വ്യത്യസ്ത തരത്തിലുള്ള സെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ സെല്ലുകളെ പറ്റിയിട്ടൊക്കെ നമുക്കിനി പഠിക്കാനുള്ളതൊക്കെ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഹ്യൂമൻ ബീങ്സ് ഇല്ല, ഏതൊരു ലിവിങ് തിങ്സിനും നമ്മൾ സൂം ചെയ്ത് നോക്കിയാൽ നമ്മളെവിടെത്തും?
കുറേ ആറ്റംസിലെത്തും അല്ലേ. നമ്മളൊക്കെ നിർമ്മിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഒരുപാട് ഹൈഡ്രജൻ കൊണ്ടും ഒരുപാട് കാർബൺ കൊണ്ടും ഒരുപാട് നൈട്രജൻ കൊണ്ടൊക്കെ നമ്മൾ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ കെമിസ്ട്രി പഠിക്കുന്ന പീരിയോഡിക് ടേബിളുള്ള സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. മഗ്നീഷ്യം ആയാലും കാൽസ്യം ആയാലും ഫോസ്ഫറസ് ആയാലും ഇതൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഇതൊക്കെ. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ബേസിക്കലി പറഞ്ഞാൽ എന്താണ്, ആറ്റംസ് ആണ്. ക്ലിയർ അല്ലേ? സൂം ചെയ്ത് പോയി നമ്മൾ ആറ്റംസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആറ്റംസ് നമുക്ക് തുടങ്ങാം അല്ലേ. ഒരുപാട് ആറ്റംസ് ജോയിൻ ചെയ്ത് എന്തായി മാറും, അത് മോളിക്യൂൾസ് ആയിട്ട് മാറും അല്ലേ. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റമാണ്, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റമാണ്. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നാൽ കിട്ടുന്നൊരു മോളിക്യൂളിൻ്റെ പേരാണെന്ത്, വാട്ടർ അല്ലേ. വാട്ടർ എന്താണ്, ഒരു മോളിക്യൂൾസ് ആണ്. അപ്പോൾ ആറ്റംസ് ചേർന്ന് നമുക്ക് എന്ത് കിട്ടും, മോളിക്യൂൾസ് കിട്ടും. ക്ലിയർ. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള മോളിക്യൂൾസുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, സെല്ലുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കോശങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയാണ്, വ്യത്യസ്ത തരത്തിലുള്ള മോളിക്യൂൾസ് ചേർന്നിട്ട്. ക്ലിയർ അല്ലേ? നമുക്കറിയാം ഒരു ജീവി എന്ന് പറയാൻ വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എന്താണ്, അതൊരു സെല്ലായിരിക്കുക എന്നുള്ളതാണ്. ഒരു ജീവി എന്ന് പറയാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്താണ്, സെല്ല്. കുറേ ആറ്റംസിനുള്ള ജീവി എന്ന് വിളിക്കുമോ, ഇല്ല. ഒരുപാട് ആറ്റംസ് ചേർന്നിട്ട് മോളിക്യൂൾസ് ആയാലും നമ്മൾ ജീവി എന്ന് വിളിക്കുമോ, ഇല്ല. പക്ഷേ വ്യത്യസ്ത തരത്തിലുള്ള മോളിക്യൂൾസ് ചേർന്നിട്ട് സെല്ലുകളായി നമ്മൾ എന്ത് വിളിക്കും, അതിനൊരു ജീവി എന്ന് വിളിക്കും. അതൊരു ലിവിങ് തിങ്സാണ് നമ്മൾ വിളിക്കും. ക്ലിയർ അല്ലേ? ഈ വൈറസ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, ദേ ആർ ജസ്റ്റ് ലൈക്ക് മോളിക്യൂൾസ്. എന്ന് വെച്ചാൽ ഒരു ന്യൂക്ലിക് ആസിഡും അതിനെ ചുറ്റും കൊണ്ട് ഒരു പ്രോട്ടീനുള്ള മോളിക്യൂൾസ് ഉണ്ടാകും. അതിനെ വിളിക്കുന്ന പേര് നമ്മളെന്ത്, വൈറസ്. ഒരു സെല്ലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. അവരെന്തല്ല, ഒരു സെല്ലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. അതുകൊണ്ട് വൈറസിന് നമ്മൾ എന്ത് പറയാറില്ല, അതൊരു പൂർണ്ണമായിട്ടൊരു ജീവി നമ്മൾ പറയാറില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ആറ്റംസ് ചേർന്ന് മോളിക്യൂൾസ് ഉണ്ടാവുന്നു, ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ചേർന്നിട്ട് സെല്ലുകൾ ഉണ്ടാവുന്നു അല്ലേ. അപ്പോൾ ഈ സെല്ലുകൾ ഉണ്ടാകും അല്ലേ, ഒരു ജീവിയാണല്ലേ. സെല്ല് എന്ന് പറഞ്ഞാൽ ഒരു ജീവൻ്റെ അടിസ്ഥാന യൂണിറ്റ് ആണല്ലേ. അപ്പോൾ ഒരു സെല്ലുണ്ടാവാൻ അല്ലെങ്കിൽ ഒരു ജീവിയെ ഉണ്ടാക്കുന്ന, മനസ്സിലാവും, ഒരു ജീവിയെ ഉണ്ടാക്കുന്ന മോളിക്യൂൾസ് ഉണ്ടല്ലോ അല്ലേ, ഒരു സെല്ലിൽ കാണപ്പെടുന്ന മോളിക്യൂൾസ് അല്ലെങ്കിൽ ഒരു ജീവിയിൽ കാണപ്പെടുന്ന മോളിക്യൂൾസ്, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ബയോമോളിക്യൂൾസ്. ബയോ എന്ന് പറഞ്ഞാൽ ലിവിങ് അല്ലേ, ജീവി എന്നുള്ള അർത്ഥം അല്ലേ. അപ്പോൾ ജീവികളിലുള്ള മോളിക്യൂൾസ് ആണെന്ത്, ബയോമോളിക്യൂൾസ്. കുറച്ച് ബയോമോളിക്യൂൾസ് എക്സാമ്പിൾ ഞാൻ പറയാൻ പോവാണ്. ഏതൊക്കെ, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് അല്ലെങ്കിൽ ഫാറ്റ്, ന്യൂക്ലിക് ആസിഡ്, അതായത് DNA RNA എന്നൊക്കെ പറഞ്ഞാൽ ന്യൂക്ലിക് ആസിഡ്സ്, പിന്നെ അതുപോലെ തന്നെ വിറ്റമിൻസ്, ഇതൊക്കെ ബയോമോളിക്യൂൾസിന് എക്സാമ്പിളാണ്. ഒന്നുകൂടി പറയാം, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് ഓർ ഫാറ്റ്, ന്യൂക്ലിക് ആസിഡ്, അതായതൊക്കെ വരാം, RNA വരാം, DNA വരാം, വിറ്റമിൻസ്, ഇതൊക്കെ എന്താണ്, ബയോമോളിക്യൂൾസ് ആണ്. അപ്പോൾ ഈ ബയോമോളിക്യൂൾസ് കൊണ്ടാണ് എന്തുണ്ടായിട്ടുള്ളത്, നമ്മുടെ സെല്ലുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഒരു സെല്ലിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ വരാണ് ബയോമോളിക്യൂൾസ് ആണ്. അപ്പോൾ സെല്ലിൻ്റെ ഫങ്ഷൻ ചെയ്യുന്നതും സെല്ല് നിർമ്മിച്ചിട്ടുള്ളതും ആരെ കൊണ്ടാണ്, ബയോമോളിക്യൂൾസ് കൊണ്ടാണ്. ക്ലിയർ അല്ലേ? സോ ആറ്റംസ്, മോളിക്യൂൾസ്, സെൽസ്. ഇനി സെല്ലുകൾ ചേർത്ത് വെച്ചാണ് എന്തുണ്ടാക്കുന്നത്, ടിഷ്യൂ ഉണ്ടാക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, സെല്ലുകളുടെ കൂട്ടത്തിൽ വിളിക്കുന്ന പേര് നമ്മളത് ടിഷ്യൂ. ഡിഫറെൻറ്റ് ടിഷ്യൂകൾ ചേർത്ത് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഓർഗൻസ് കിട്ടും അല്ലേ. ഡിഫറെൻറ്റ് ടൈപ്പ് ടിഷ്യൂ വെച്ച് നമുക്ക് ഓർഗൻസ് കിട്ടും, അവയവങ്ങൾ കിട്ടും. ഡിഫറെൻറ്റ് ടൈപ്പ് ഓർഗൻസ് ചേർത്ത് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ഓർഗൻ സിസ്റ്റം ഉണ്ടാക്കുന്നത്. ഡിഫറെൻറ്റ് ഓർഗൻസിനെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഓർഗൻ സിസ്റ്റം ഉണ്ടാക്കുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് ഓർഗൻസ് ഉണ്ട് അല്ലേ. അത് സ്റ്റൊമക്ക് ആയാലും ഇൻറ്റസ്റ്റൈൻ ആയാലും ഈസോഫേഗസ് ആണെങ്കിലും ഫാരിങ്സ് ആണെങ്കിലും അങ്ങനെ ഡിഫറെൻറ്റ് ഓർഗൻസ് കൊണ്ടാണ് എന്തുണ്ടായിട്ടുള്ളത്, ഓർഗൻ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആറ്റംസ് ചേർന്ന് മോളിക്യൂൾസ് ആവുന്നു, മോളിക്യൂൾസ് ചേർന്ന് സെൽസ് ആവുന്നു, കുറേ സെൽസുകൾ കൂടി ചേർന്ന ടിഷ്യൂ ആവുന്നു, ടിഷ്യൂകൾ കൂടി ചേർന്ന് ഓർഗൻസ് ആവുന്നു, ഒരുപാട് ഓർഗൻസ് ചേർന്നാൽ ഓർഗൻ സിസ്റ്റം ആവുന്നു. അങ്ങനെ വ്യത്യസ്ത തരം ഓർഗൻ സിസ്റ്റം ചേർന്നാൽ എന്തായി മാറുന്നു, അത് ഓർഗാനിസമായി മാറുന്നു. എന്തൊക്കെയാണ് വ്യത്യസ്ത തരം ഓർഗൻ സിസ്റ്റം? ഇപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം അതൊരു ഓർഗൻ സിസ്റ്റമാണ്, റെസ്പിറേറ്ററി സിസ്റ്റം ഒരു ഓർഗൻ സിസ്റ്റമാണ്, ഇമ്മ്യൂൺ സിസ്റ്റം ഒരു ഓർഗൻ സിസ്റ്റമാണ്, സ്കെലിറ്റൽ സിസ്റ്റം ഒരു ഓർഗൻ സിസ്റ്റമാണ്, സർക്കുലേറ്ററി സിസ്റ്റം ഒരു ഓർഗൻ സിസ്റ്റമാണ്, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, ഇതൊക്കെ ഓർഗൻ സിസ്റ്റംസ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ഓർഗൻ സിസ്റ്റം കൂടി ചേർന്നാൽ എന്താവും, അതൊരു ഓർഗാനിസമായിട്ട് മാറും അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്ര നോക്കിയാൽ മതി. പിന്നെ ഓർഗാനിസം ചേർന്നത് പോപ്പുലേഷൻ ഉണ്ടാവും അല്ലേ. ഒരു സെയിം സ്പീഷീസിൻ്റെ കൂട്ടത്തിനെ വിളിക്കുന്ന പേര് നമ്മളെന്ത്, പോപ്പുലേഷൻ. ഇപ്പോൾ ഒരുപാട് മനുഷ്യന്മാർ ചേർന്നാൽ മനുഷ്യൻ്റെ പോപ്പുലേഷൻ, ഒരുപാട് തവളകൾ ചേർന്നാൽ തവളയുടെ പോപ്പുലേഷൻ, ഒരുപാട് പൂച്ചകൾ ചേർന്നാൽ പൂച്ചയുടെ പോപ്പുലേഷൻ. അപ്പോൾ ഒരു സെയിം സ്പീഷീസിൻ്റെ കൂട്ടത്തിനെ വിളിക്കുന്ന പേര് നമ്മളെന്ത്, പോപ്പുലേഷൻ. വ്യത്യസ്ത സ്പീഷീസിൻ്റെ കൂട്ടത്തിനെ വിളിക്കുന്ന പേര് നമ്മളെന്ത്, കമ്മ്യൂണിറ്റി. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള പോപ്പുലേഷൻ ചേർന്ന് നമുക്ക് എന്ത് കിട്ടും, കമ്മ്യൂണിറ്റി കിട്ടും. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ആരൊക്കെ ഉണ്ടായിരിക്കും,
ഒരു കമ്മ്യൂണിറ്റിയിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് മനുഷ്യന്മാരുണ്ടായിരിക്കും, ഒരുപാട് തവളകളുണ്ടായിരിക്കും, ഒരുപാട് പുൽച്ചാടികളുണ്ടായിരിക്കും, ഒരുപാട് പൂമ്പാറ്റകളുണ്ടായിരിക്കും. അങ്ങനെ എല്ലാ ജീവികളുടെയും കൂട്ടത്തിനെ ഒത്തായിട്ട് വിളിക്കുന്ന പേരാണ് കമ്മ്യൂണിറ്റി. അങ്ങനെ കമ്മ്യൂണിറ്റികളെല്ലാം ചേർന്ന് നമുക്ക് എന്ത് കിട്ടും? ബയോസ്ഫിയർ, ലിവിങ് സിസ്റ്റത്തിനെ മൊത്തം കിട്ടും. നമുക്ക് ഭൂമിയിലുള്ള മൊത്തം ലിവിങ് സിസ്റ്റത്തിന് കിട്ടും. അപ്പോൾ ഇതാണ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മൾ ആറ്റം മുതൽ ഭൂമിയിലെ ബയോസ്ഫിയർ വരെ നമ്മൾ എത്തി, അല്ലേ? ജീവമണ്ഡലം വരെ നമ്മൾ എത്തി. ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ സെല്ലിൻ്റെ ഒരു സ്ട്രക്ചർ, അല്ലേ? നമ്മൾ സെല്ലിനൊന്ന് പൊളിച്ച് വെച്ചിരിക്കുകയാണ്, അല്ലേ? സെല്ല് നമ്മൾ പൊളിച്ച് വെച്ചിരിക്കുന്ന രൂപമാണ്. ഓക്കെ, ഇതിൽ ഈ ക്രീമി ലെയറിൽ കാണില്ല, ഈ ക്രീമി ലെയർ ഇതാണ് സെല്ലിൻ്റെ ഏറ്റവും പുറത്തുള്ള കവറിങ്. ക്ലിയർ അല്ലേ? സെല്ലിൻ്റെ കവറിങ്. ഈ ക്രീമി ലെയറിലുള്ള കവറിങ്ങിനെ വിളിക്കുന്ന പേരാണെന്ത്? സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ. ഈ സെൽ മെംബ്രെയിൻ പൊളിച്ച ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. ക്ലിയർ ഉണ്ടോ? ഈ സെൽ മെംബ്രെയിൻ പൊളിച്ചിട്ട് നമ്മൾ ഉൾവശത്തേക്ക് നോക്കുകയാണ്, അല്ലേ? നമ്മളതിൻ്റെ ഉൾവശം കാണാൻ വേണ്ടിയ സെൽ മെംബ്രെയിൻ, ഇവിടെയുള്ള ഈ സെൽ മെംബ്രെയിൻ, ഇവിടെ സെൽ മെംബ്രെയിൻ ഉണ്ടായിരുന്നു, ഇവിടെ എല്ലാം സെൽ മെംബ്രെയിൻ ഉണ്ടായിരുന്നു. ആ സെൽ മെംബ്രെയിൻ നമ്മൾ എന്തു, ഈ സെല്ലിൻ്റെ ഉൾവശം കാണാൻ വേണ്ടി നമ്മൾ പൊളിച്ചൊഴിവാക്കി. ക്ലിയർ അല്ലേ? അപ്പം കാണുന്ന രൂപമാണ് എന്ത്? ഈ നീല നിറത്തിലുള്ളത്. ഈ നീല നിറത്തിലുള്ള രൂപം അതിൽ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് നമുക്കിനി പഠിക്കാനുള്ളത്, സെൽ സ്ട്രക്ചർ. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ സെൽ സ്ട്രക്ചർ പഠിക്കാൻ വേണ്ടി ഈ സെൽ സ്ട്രക്ചറിനെ നമുക്ക് പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളാക്കി മാറ്റാൻ പറ്റും. ഒന്നാണ് സെൽ മെംബ്രെയിൻ. എന്താണ് സെൽ മെംബ്രെയിൻ? എന്താണ്? സെല്ലിൻ്റെ ഔട്ടർ മോസ്റ്റ് കവറിങ് ആണെന്ത്? സെൽ മെംബ്രെയിൻ. സെല്ലിനെ ഇങ്ങനെ പൊതിഞ്ഞിട്ടുള്ളൊരു കവറാണെന്ത്? സെൽ മെംബ്രെയിൻ, അല്ലേ? ലൈക്ക് എന്താണ്, ഒരു തേങ്ങയെ പോലൊക്കെ നമ്മൾ ആലോചിക്കുക. ഒരു തേങ്ങ ഒക്കെ ആലോചിക്കില്ലേ? അപ്പോൾ തേങ്ങ എന്തുണ്ട്? ചിരട്ട ഉണ്ട്, അല്ലേ? ചിരട്ടേൻ്റെ ഉള്ളിലുണ്ട് തേങ്ങ, വെള്ളം ഉണ്ട്, അല്ലേ? അതിൻ്റെ ഉള്ളിൽ കണ്ടൻറ്റ് ഉണ്ടല്ലേ? ഓക്കെ, അപ്പോൾ ഒരു തേങ്ങയ്ക്ക് എങ്ങനെയാണോ ചിരട്ട, അതുപോലെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു സെല്ലിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ആണെന്നത് ഈ കാണുന്ന ലെയർ. സെല്ലിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയറിനെ വിളിക്കുന്ന പേരാണത് നമ്മുടെ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, ഇനി എന്താണ് പ്രോട്ടോപ്ലാസം? ആ സെൽ മെംബ്രെയിൻ്റെ ഉള്ളിലുള്ള എല്ലാത്തിനെയും ചേർന്ന് വിളിക്കുന്ന പേര് നമ്മളെന്ത്? പ്രോട്ടോപ്ലാസം. സോ ഓൾ ദ കണ്ടൻറ്റ് ഓഫ് സെൽ ഇൻസൈഡ് ടു ദി സെൽ മെംബ്രെയിൻ ഈസ് നോൺ ആസ് പ്രോട്ടോപ്ലാസം. മനസ്സിലാവുണ്ടോ? നമ്മൾ ആ കവറിങ്ങിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനവും, അല്ലെ? ചിരട്ടേൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? അതിൻ്റെ തേങ്ങേൻ്റെ ഭാഗം, മറ്റല്ലേ തേങ്ങേൻ്റെ ഭാഗം ഉണ്ടാവും, പിന്നെ കുറേ വെള്ളം ഉണ്ടാവില്ല, തേങ്ങ വെള്ളമൊക്കെ, അല്ലേ? അതെല്ലാം ചേർത്താണ് നമ്മൾ എന്താ പറയുക? അതിൻ്റെ തേങ്ങനെ നമ്മൾ ഒരിക്കലും തേങ്ങനെ സെല്ലായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്ത്, സെല്ലല്ല കേട്ടോ. തേങ്ങ ആ ചിരട്ട എന്ന് പറയുന്നത് എന്താ? ഇഷ്ടംപോലെ സെല്ലുകൾ കൊണ്ടുണ്ടാക്കിയ സാധനമാണ്. ഓക്കെ, നമ്മൾ തേങ്ങ എന്നൊക്കെ പറയുന്നത് ആ ഒരു സെല്ലിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ തേങ്ങയോട് ഉപമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ചിരട്ട ഒരു പ്ലാസ്മ മെംബ്രെയിനായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ബാക്കി വെള്ളത്തിനൊക്കെ കൂടി വിളിക്കുന്ന പേര് നമ്മളെന്ത്? പ്രോട്ടോപ്ലാസം. ഓക്കെ, അപ്പോൾ എ സെൽ കണ്ടെയ്ൻ സെൽ മെംബ്രെയിൻ ആൻഡ് പ്രോട്ടോപ്ലാസം. സെൽ മെംബ്രെയിൻ ഇസ് ദി ഔട്ടർ മോസ്റ്റ് കവറിങ്, അല്ലേ? ഔട്ടർ മോസ്റ്റ് കവറിങ് വിളിക്കുന്നത് സെൽ മെംബ്രെയിൻ. അപ്പോൾ സെൽ മെംബ്രെയിൻ എന്തിനെയാണ് കവർ ചെയ്തിട്ടുള്ളത്? പ്രോട്ടോപ്ലാസ്റ്റിനെയാണ് കവർ ചെയ്തിട്ടുള്ളത്. സെൽ മെംബ്രെയിൻ എന്തിനാണ് കവർ ചെയ്തിട്ടുള്ളത്? അത് പ്രോട്ടോപ്ലാസ്റ്റിനെയാണ് കവർ ചെയ്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഈ പ്രോട്ടോപ്ലാസ്റ്റിനെ നമുക്ക് പ്രധാനപ്പെട്ട 2 പോർഷനാക്കി മാറ്റാൻ പറ്റും. ഒന്ന് സൈറ്റോപ്ലാസം, ഒന്ന് ന്യൂക്ലിയസ്. ക്ലിയർ അല്ലേ? എന്താ പറയാം, അപ്പോൾ ഇത് ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനവും ചേർന്നാണെന്ത്? പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് സൈറ്റോപ്ലാസം എന്ന് ചോദിച്ചാൽ, ഈ പ്രോട്ടോപ്ലാസത്തിൻ്റെ ഈ ന്യൂക്ലിയസ് ഉണ്ടല്ലോ, ഇതാണ് ന്യൂക്ലിയസ് ഉള്ള സാധനം. ന്യൂക്ലിയസ് ഇതൊഴികെയുള്ള ഈ ഭാഗത്തിനെ വിളിക്കുന്ന പേര് നമ്മളെന്ത്? സൈറ്റോപ്ലാസം. അപ്പോൾ എന്താണ് സൈറ്റോപ്ലാസം? പ്രോട്ടോപ്ലാസം മൈനസ് ന്യൂക്ലിയസ് ആണെന്ത്? സൈറ്റോപ്ലാസം, അല്ലേ? ഈ വെച്ചാൽ ന്യൂക്ലിയസ് ഒഴികെയുള്ള സൈറ്റോപ്ലാസത്തിൻ്റെ പ്രോട്ടോപ്ലാസത്തിൻ്റെ ഭാഗമാണെന്ത്? സൈറ്റോപ്ലാസം. ക്ലിയർ അല്ലേ? അപ്പോൾ സൈറ്റോപ്ലാസം എന്ന് പറയുമ്പോൾ അതിൽ ആര് വരില്ല? ന്യൂക്ലിയസ് വരില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസ് നമ്മൾ എന്ത് ചെയ്തു? സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് ആരെ നോക്കാനുള്ളത്? സൈറ്റോപ്ലാസം. ഓക്കെ, ഇനി ഈ സൈറ്റോപ്ലാസത്തിൽ ആരൊക്കെയുള്ളത് നമുക്ക് നോക്കാം. സൈറ്റോപ്ലാസത്തിൽ എന്തുണ്ട്? സൈറ്റോസോൾ ഉണ്ട്, സെൽ ഓർഗനൽസ് ഉണ്ട്, സൈറ്റോസ്കെലിറ്റൻ ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ സൈറ്റോപ്ലാസം എന്നൊക്കെ നമുക്ക് പറയുമ്പോൾ തന്നെ നമുക്ക് തോന്നണം അതെന്താണ്? ഒരു ഫ്ലൂയിഡാണ്. സെല്ലിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് ലൈക്ക് സ്ട്രക്ചറാണെന്ത്? ഈ പറഞ്ഞ പോലെ ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണെന്ത്? സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. മനസ്സിലാവുണ്ടോ? ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിക്വിഡ് പോർഷനെ വിളിക്കുന്ന പേര് നമ്മളെന്ത്? സൈറ്റോസോള്.
എന്താ മനസ്സിലാക്കി തരാം. ഇപ്പോൾ ഒരു സൈറ്റോപ്ലാസം നമ്മളൊരു പായസമായിട്ട് കൺസിഡർ ചെയ്യുക. പായസം, അരിപ്പായസം ആയിക്കോട്ടെ, അരിപ്പായസം. ക്ലിയർ അല്ലേ? അപ്പോൾ അരിപ്പായസം ഉണ്ടാക്കാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക? പാലും അരി നമ്മൾ ഉപയോഗിക്കില്ലേ? പാലും അരി ഉപയോഗിക്കണം അല്ലേ? ഓക്കെ. അപ്പോൾ പാലും അരിയും ചേർന്ന് അതിനെ വിളിക്കുന്ന പേര് നമ്മളത് സൈറ്റോപ്ലാസം. ഓക്കെ. അതിലെ പാല് മാത്രം അല്ലേ? ആ പാലെന്താണ്? അതിൻ്റെ ലിക്വിഡ് പോർഷനാണ് അല്ലേ? അതിനെ മാത്രമായിട്ട് നമുക്ക് എന്തായിട്ട് കൺസിഡർ ആയിട്ടും സൈറ്റോസോൾ എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? സൈറ്റോസോൾ എന്ന കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്ത് ഒരു പായസത്തിലൂടെ നമ്മൾ ഉപമിച്ചത്. ഓക്കെ. അപ്പോൾ സൈറ്റോപ്ലാസം. അപ്പോൾ എന്താണ് സൈറ്റോപ്ലാസം സൈറ്റോസോളും തമ്മിലുള്ള ഡിഫറൻസ്? സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു സൈറ്റോപ്ലാസത്തിൻ്റെ ഭാഗമാണെന്ത്? സൈറ്റോസോൾ. സൈറ്റോപ്ലാസത്തിൻ്റെ ലിക്വിഡ് പോർഷനെ വിളിക്കുന്ന പേരാണ് നമ്മളെന്ത്? സൈറ്റോസോൾ. ക്ലിയർ അല്ലേ? അപ്പോൾ പാൽപ്പായസത്തിലെ പാല് പോലെ അല്ലേ? അപ്പോൾ ഒരുപാട് അരിമണികൾ എന്തൊക്കെ സാധനങ്ങളുണ്ടല്ലോ, ആ സാധനങ്ങളാണെന്ത്? സെൽ ഓർഗനലിലെയും സൈറ്റോസ്കെലിട്ടണും. മനസ്സിലാവുണ്ടോ? അപ്പോൾ കുറച്ച് സൈറ്റോസോൾ എടുക്കുക, സൈറ്റോസോളിൽ കുറച്ച് സെൽ ഓർഗനൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് സൈറ്റോസ്കെലിട്ടൺ ആഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈറ്റോപ്ലാസം കിട്ടും. ക്ലിയർ അല്ലേ? സോ സൈറ്റോപ്ലാസം ഈസ് മേഡ് അപ്പ് ഓഫ് എ ലിക്വിഡ് കമ്പോണൻറ്റ് നോൺ ആസ് സൈറ്റോസോൾ. മനസ്സിലാവുണ്ടോ? സൈറ്റോസോൾ പ്ലസ് എന്തൊക്കെയുണ്ടെങ്കിൽ സെൽ ഓർഗനൽസ് ഉണ്ട്, സൈറ്റോസ്കെലിട്ടൺ ഉണ്ട്. സെൽ ഓർഗനൽസ് ഉണ്ട്, സൈറ്റോസ്കെലിട്ടൺ ഉണ്ട്. അപ്പോൾ അത്രയായി എന്ത് ചെയ്യും? നമ്മൾ സൈറ്റോപ്ലാസമായി. ഓക്കെ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ എന്താണ്? ദ ഔട്ടർ മോസ്റ്റ് കവറിങ് ആണത് സെൽ മെംബ്രെയിൻ അല്ലേ? ഓക്കെ. പ്രോട്ടോപ്ലാസം. എന്താ പ്രോട്ടോപ്ലാസം? അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനവും ചേർന്ന് എന്തായി? പ്രോട്ടോപ്ലാസമായി. ഓക്കെ. ഇനി എന്താണ് പ്രോട്ടോപ്ലാസം കൊണ്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു അല്ലേ? ന്യൂക്ലിയസും പിന്നെ ന്യൂക്ലിയസിന് പുറത്തുള്ള ഭാഗം അതെന്താ? സൈറ്റോപ്ലാസം അല്ലേ? അപ്പോൾ പ്രോട്ടോപ്ലാസം നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടും ന്യൂക്ലിയസും ആൻഡ് സൈറ്റോപ്ലാസം അല്ലേ? സൈറ്റോപ്ലാസിൽ എന്തൊക്കെയുണ്ട്? ഒരുപാട് സെൽ ഓർഗനൽസ് ഉണ്ട്, അതിൻ്റെ ലിക്വിഡ് പോർഷനാണ് സൈറ്റോസോള്, പിന്നെ സൈറ്റോസ്കെലിട്ടൺ ഉണ്ട്. ക്ലിയർ അല്ലേ? സൈറ്റോസ്കെലിട്ടൺ ഉണ്ട്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട നമ്മളെ സെല്ലിൻ്റെ സ്ട്രക്ചേഴ്സ്. ഇത് നമുക്ക് ഇതിലൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് പഠിക്കാണ്ട് സെൽ ഓർഗനൽസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ കുറച്ച് സെൽ ഓർഗനൽസിൻ്റെ പേര് ഞാൻ പറയാം. ഇവിടെ കണ്ടോ? മൈറ്റോകോൺട്രിയ. ഇതാണ് മൈറ്റോകോൺട്രിയ. ഓക്കെ. മൈറ്റോകോൺട്രിയ. ലൈസോസോം അല്ലേ? ലൈസോസോം, മൈറ്റോകോൺട്രിയ, ഗോൾഗി ബോഡീസ് അല്ലേ? പിന്നെ ഈ കാണുന്ന ആൾക്കാർ ഇതിൻ്റെ പേരാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലേ? പിന്നെ കുറേ ഡോട്ടുകൾ കാണില്ല ഇവിടെ ഒരുപാട് ഡോട്ടുകൾ നിങ്ങൾക്ക് കാണാം. ഇവിടെ ചെറിയ കുത്തുകൾ കണ്ടില്ലേ? ഓക്കെ. ഈ ചെറിയ കുത്തുകൾ അല്ലേ? ഈ ഡോട്ടായിട്ടുള്ള സാധനങ്ങൾ. ഓക്കെ. ഇവരെ വിളിക്കുന്ന പേര് എന്താ? റൈബോസോംസ്. എന്താണ്? റൈബോസോംസ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? കുറച്ച് സെൽ ഓർഗനൽസിന് എക്സാമ്പിൾ പറഞ്ഞതാണ് അല്ലേ? സെൽ ഓർഗനൽസ് നമുക്ക് ഇവിടെ കാണപ്പെടുക സൈറ്റോപ്ലാസിലാണ് കാണപ്പെടുക. സൈറ്റോപ്ലാസിൽ കാണപ്പെടാത്തൊരു സെൽ ഓർഗനൽ ഏതാ? അതാണ് ന്യൂക്ലിയസ്. മനസ്സിലാവുണ്ടോ? സൈറ്റോപ്ലാസത്തിൻ്റെ പോർഷനായിട്ടല്ലോ നമ്മൾ ന്യൂക്ലിയസിനെ കാണുന്നത്. ഓക്കെ. അപ്പോൾ ന്യൂക്ലിയസ് പറഞ്ഞാൽ എന്താണ്? ഒരു സെൽ ഓർഗനലാണ്. ഏറ്റവും വലിയ സെൽ ഓർഗനലാണെന്ത്? ന്യൂക്ലിയസ്. ഒരു സെല്ലിലുള്ള ഏറ്റവും വലിയ സെൽ ഓർഗനലാണെന്ത്? ന്യൂക്ലിയസ്. ന്യൂക്ലിയസിലെ സൈറ്റോപ്ലാസത്തിൻ്റെ ഭാഗമല്ലാത്ത സെൽ ഓർഗനലാണെന്ത്? ന്യൂക്ലിയസ്. ഞാൻ ചുമ്മാ പറയട്ടോ, അങ്ങനെയൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പോൾ ഡിഫറെൻറ്റ് സെൽ ഓർഗനൽസ് എക്സാമ്പിൾ പറഞ്ഞാൽ ന്യൂക്ലിയസ് ഓഫ് കോഴ്സ് ഒരു സെൽ ഓർഗനലാണ്. ബാക്കി ചില സെൽ ഓർഗനൽ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഓക്കെ ഏതൊക്കെയാണ് വരും? നമ്മളെ മൈറ്റോകോൺട്രിയ വരും. ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. ഓക്കെ. അപ്പോൾ കുറച്ച് എക്സാമ്പിൾ നമുക്ക് നോക്കാം. സെൽ ഓർഗനൽ എക്സാമ്പിൾ പറയുമ്പോൾ മൈറ്റോകോൺട്രിയ വരും, അതുപോലെ തന്നെ റൈബോസോംസ് വരും അല്ലേ? നമ്മളെ ഗോൾഗി അപ്പാരറ്റസ് വരും, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വരും, ലൈസോസോം വരും അല്ലേ? നമ്മൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള സെൽ ഓർഗനലുണ്ട് നമുക്ക്. ക്ലിയർ അല്ലേ? അപ്പോൾ സെൽ ഓർഗനലിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ എന്ത് ചെയ്യുക? ചുമ്മാ കേട്ട് പെറോക്സിസോം, ഇവിടെ വേറെ ആളുണ്ട് പെറോക്സിസോം ഉണ്ട്. ഓക്കെ. അപ്പോൾ കുറച്ച് സെൽ ഓർഗനൽ എക്സാമ്പിളാണിത്. ന്യൂക്ലിയസ്, ലൈസോസോം, പെറോക്സിസോം, മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി ബോഡീസ്. ക്ലിയർ അല്ലേ? ഇതൊക്കെ എന്താണ്? സെൽ ഓർഗനൽസിന് എക്സാമ്പിൾസ് ആണ്. അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓരോന്നിൻ്റെ ജോലി എന്തെന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ സൈറ്റോസ്കെലിട്ടൺ, ആ പോയിന്റ് കൂടി നമുക്ക് എന്തുണ്ട്? നോക്കാനുണ്ട്. എന്താണ് സൈറ്റോസ്കെലിട്ടൺ? ഓക്കെ. ഇവിടെ നമുക്ക് കാണാം ഒരുപാട് ഇങ്ങനെ ഫൈബ്രസ് ആയിട്ടുള്ള സ്ട്രക്ചർ കണ്ടില്ലേ? ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. ഇത്തരത്തിലുള്ള ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേര് നമ്മളത് ഇവിടെ ഗ്രീൻ നിറത്തിൽ കണ്ടില്ലേ? ഈ ഗ്രീൻ നിറത്തിലുള്ളതൊക്കെ. ഓക്കെ. ആ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേര് സൈറ്റോസ്കെലിട്ടൺ അല്ലേ? സൈറ്റോ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? സെല്ല്. സ്കെലിട്ടൺ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊക്കെ സ്കെലിട്ടൺ അസ്ഥി അല്ലേ? നമ്മളെ സ്കെലിട്ടൺ നമുക്ക് എന്തിനാ അസ്ഥി? നമുക്കൊരു ഷേപ്പ്, റിജിഡിറ്റി തരുന്നക്കാരാണ് ഈ അസ്ഥികളല്ലേ?
നമുക്കൊരു ഷേപ്പും റിജിഡിറ്റി ഒക്കെ തരുന്നവരാണ് ഈ നമ്മളെ അസ്ഥികളാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ സെല്ലിൻ്റെ സ്കെലിട്ടൺ ആണെന്ത് സൈറ്റോസ്കെലിട്ടൺ എന്ന് വെച്ചാൽ ഒരു സെല്ലിന് ഷേപ്പ് കൊടുക്കുന്നതും അതിന് റിജിഡിറ്റി കൊടുക്കണമൊക്കെ ആരാണ് സൈറ്റോസ്കെലിട്ടൺ ആണ് അല്ലേ. അതിന് ഡിഫറെൻറ്റ് ടൈപ്പ് സൈറ്റോസ്കെലിട്ടൺസ് ഉണ്ട്. ചുമ്മാ കേട്ടോളൂ കേട്ടോ, ചുമ്മാ കേട്ടോളെ. എന്താ രണ്ട് തരത്തിലുള്ള പ്രധാനപ്പെട്ട 3 തരത്തിലുള്ള സൈറ്റോസ്കെലിട്ടൺസ് ഉണ്ട്. 3 തരത്തിലുള്ള സൈറ്റോസ്കെലിട്ടൺസ് ഉണ്ട്. ഓക്കെ, അതിൽ ഒന്നാണ് മൈക്രോട്യൂബ്യൂൾസ്. എന്താണ് മൈക്രോട്യൂബ്യൂൾസ്? മൈക്രോട്യൂബ്യൂൾസ്. രണ്ടാമത്തിൻ്റെ പേരാണ് മൈക്രോഫിലമെൻസ്. മൈക്രോഫിലമെൻസ്. അപ്പോൾ 2 മൈക്രോട്യൂബ്യൂൾസ് ഉണ്ട്, മൈക്രോഫിലമെൻസും ഉണ്ട്. ക്ലിയർ അല്ലേ? ഇനി ഒരു ഫിലമെൻറ്റും കൂടി ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് ഫിലമെൻറ്റ്. എന്താണ് ഇൻ്റർമീഡിയറ്റ് ഫിലമെൻറ്റ്? അപ്പോൾ ഇതൊക്കെ എന്താണ് സൈറ്റോസ്കെലിട്ടൺ എക്സാമ്പിളാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ മൈക്രോട്യൂബ്യൂൾസ്, മൈക്രോഫിലമെൻറ്റ്സ്, ഇൻ്റർമീഡിയറ്റ് ഫിലമെൻറ്റ്സ്. സോ ദീസ് ആർ ദി സൈറ്റോസ്കെലിട്ടൺ. അപ്പോൾ നമ്മൾ ഒന്നുകൂടി പറയാം, ഒരു സെൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിന് പ്രധാനപ്പെട്ട 2 കമ്പോണൻ്റ് ഉണ്ടായിരിക്കും അല്ലേ? എന്തൊക്കെയാണ്? സെൽ മെംബ്രെയിൻ ഓർ പ്ലാസ്മ മെംബ്രെയിൻ, രണ്ടും പറയും കേട്ടോ. ഔട്ടർ മോസ്റ്റ് കവറിങ് ആണിത് സെൽ മെംബ്രെയിൻ, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയും. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഭാഗവും അല്ലേ. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഉള്ളിലൊരു സ്പേസ് ആണ് അല്ലേ, ഈ ഒരു കവറിങ്ങിൻ്റെ ഉള്ളിലൊരു സ്പേസ് ആണ് അല്ലേ. അതിന് മൊത്തം വിളിക്കുന്ന പേര് നമ്മളെന്ത് പ്രോട്ടോപ്ലാസം, അല്ലെങ്കിൽ നമുക്ക് പറയാം എന്ത് പ്രോട്ടോപ്ലാസത്തിനെ കവർ ചെയ്യുന്ന മെംബ്രെയിൻ ആണെന്ത് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ അല്ലേ. അപ്പോൾ ഓൾ കണ്ടൻസ് ഇൻസൈഡ് ടു ദി സെൽ മെംബ്രെയിൻ ഓർ പ്ലാസ്മ മെംബ്രെയിൻ ഇസ് നോൺ ആസ് പ്രോട്ടോപ്ലാസം. ഓക്കെ, ആ പ്രോട്ടോപ്ലാസിന് 2 കമ്പോണൻ്റ് ഉണ്ട്. ഒന്നെന്താണ് ന്യൂക്ലിയസ്, ഈ വലിയ പോർഷൻ ന്യൂക്ലിയസ്, പിന്നെ ബാക്കിയുള്ള പോർഷൻസ് അതിനെ വിളിക്കുന്നത് സൈറ്റോപ്ലാസം അല്ലേ. ആ സൈറ്റോപ്ലാസത്തിൽ എന്തൊക്കെയുണ്ട്? ലിക്വിഡ് പോർഷൻ ഉണ്ട്, അതാണ് സൈറ്റോസോള്. പിന്നെ ആ ലിക്വിഡ്സിൽ എന്തുണ്ട്? ആ ഒരു വെള്ളത്തിൽ എന്തൊക്കെയോ സ്ഥലങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട്, അതെന്താണ്? അത് സെൽ ഓർഗനൽസ് ആവാം, സൈറ്റോസ്കെലിട്ടൺസ് ആവാം. ക്ലിയർ? ആ സൈറ്റോസ്കെലിട്ടൺ 3 ടൈപ്പിലുണ്ട്. ഇൻ്റർമീഡിയറ്റ് ഫിലമെൻ്റ് ഉണ്ട്, മൈക്രോട്യൂബ്യൂൾസ് ഉണ്ട്, മൈക്രോഫിലമെൻറ്റ്സ് ഉണ്ട്. സെൽ ഓർഗനൽസ് ഡിഫറെൻറ്റ് ടൈപ്പിലുണ്ട്, അതാണ് റൈബോസോം, മൈറ്റോകോൺട്രിയ, ഗോൾഗി ബോഡീസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഡിഫറെൻറ്റ് ടൈപ്പുള്ള സെൽ ഓർഗനൽസ് ഉണ്ട്. ക്ലിയർ? ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെൽ ഓർഗനലിലാണ്, ലാർജസ്റ്റ് സെൽ ഓർഗനലാണത് ന്യൂക്ലിയസ്. ഓക്കെ, അപ്പോൾ ഇതാണെന്ത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.